പക്ഷേ മലയാളത്തിലൊരു പ്രമുഖ ചാനൽ വിശേഷിപ്പിച്ചത് താലിബാൻ വിസ്മയം എന്നാണ്. അവർ നടത്തുന്ന വിസ്മയത്തെക്കാൾ അപ്പുറം ഒന്നുമില്ല, അവർ ഭയങ്കരന്മാരാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു വിസ്മയ വാർത്തയാണ് താലിബാനിൽ നിന്ന് പുറത്തു വരുന്നത്. അവിടെ ഈ പെൺകുട്ടികളുടെ പഠനം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. വേണ്ട, പഠിക്കേണ്ട എന്നുള്ള നിലയിലേക്കാണ്. 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ചാൽ മതി, അതും ഈ മതപഠനം മാത്രം. ആ രീതിയിലേക്കാണ് അവിടെ തീരുമാനങ്ങൾ വന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ കളം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ താലിബാൻ ഭരണകൂടത്തിലെ ചില മന്ത്രിമാർ തന്നെ ഇതിനെതിരായിക്കൊണ്ട് രംഗത്ത് വന്നു. അവിടുത്തെ വിദേശകാര്യ സഹമന്ത്രി സ്റ്റാനിക്സായി എന്ന് പറയുന്ന അവിടുത്തെ സഹമന്ത്രി തന്നെ ഇതിനെതിരെ പറഞ്ഞു, ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞു. പക്ഷേ ഇവർക്കൊക്കെ അവിടുന്ന് നാട് വിടേണ്ടി വന്നു. ഇവരെ അറസ്റ്റ് ചെയ്യാനും വധിക്കാനുമാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ രക്ഷയില്ലാതെ ഓടേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് ഈ ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? അല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ചില മാധ്യമങ്ങൾ, അത് പ്രത്യേകിച്ച് മുസ്ലിം ഫണ്ടറ്റായിട്ടുള്ള മാധ്യമങ്ങൾ, അവരാണ് ഈ താലിബാൻ വിസ്മയം എന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അധികാരത്തിലേക്ക് കടന്നു വന്ന സമയത്ത് പറഞ്ഞത് എന്നാണ് ഞാൻ ഓർക്കുന്നതാണ്. അങ്ങനെയാണ് അവരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് തന്നെ വലിയ അപകടമാണ്. കാരണം നമ്മളുടെ കേരളം എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ മികച്ചു നിൽക്കുന്നൊരു സംസ്ഥാനമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. നമ്മളൊരു കോളേജിൽ ചെന്നതിൻ്റെയിൽ ആ കോളേജിൽ പകുതിയിലേറെ പെൺകുട്ടികളായിരിക്കും, ആൺകുട്ടികളുടെ എണ്ണം കുറവാണ്. MA ക്ലാസ്സിലോ MSc ക്ലാസ്സിലോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചില ക്ലാസ്സുകളിൽ ഒറ്റ ആൺകുട്ടി പോലും ഉണ്ടാവില്ല, മുഴുവൻ പെൺകുട്ടികളായിരിക്കും. അത്രമാത്രം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്ന സംസ്ഥാനം സ്ത്രീകളുടെ ഇടയിൽ. അങ്ങനെ ഇരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിന്ന് ഒരു മുസ്ലിം ചാനൽ പറയുകയാണ് താലിബാൻ വിസ്മയം വരുന്നു എന്ന് പറയുന്നു. അവരുടെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ അവർ ഈ വർഗീയതയ്ക്ക് വിധേയമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ളൊരു പ്രഖ്യാപനം അവരന്ന് നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് തന്നെ ഞാൻ ഒരു മാഗസിൻ്റെ കവർ ലേഖനം ഉണ്ടായിരുന്നു, ഞാൻ എഴുതിയത്. അപ്പോൾ അതിശക്തമായിട്ട് നമ്മൾ ഈ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് എഴുതിയിരുന്നു. കാരണം അവിടെ നിന്ന് വന്ന കഥകളെല്ലാനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും, അതുവരെയും അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ശരിയാണ്, വിദേശ ആധിപത്യത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഭരണകൂടമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത്, ശരിയാണ്. പക്ഷേ ആ ഭരണകൂടം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസം നേടാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകളോട് പഠിക്കണ്ട എന്ന് പറഞ്ഞു. പഠിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പെൺകുട്ടികൾക്ക് ശക്തമായിട്ടുള്ള ഭീഷണികളുണ്ടായി. ചിലവരെയൊക്കെ അവർ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് കൂടിയാണ് ഇപ്പോഴത്തെ വാർത്തയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്ന ശരീഅത്ത് നിയമം അനുസരിച്ച് പെൺകുട്ടികൾ 6ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. ഈ 6ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് സാമാന്യമായിട്ട് മതപഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ്. മതം പഠിച്ചാൽ മതി. പിന്നെ എന്തിനാ സ്ത്രീ എന്ന് ചോദിച്ചാൽ അവർ പെറാനും കുട്ടീനെ പോറ്റാനും വേണ്ടി മാത്രമാണ്. താലിബാന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യന്ത്രമായിട്ട് അവർ ഗർഭപാത്രമായിട്ട് അവർ നിന്നാൽ മതി എന്ന് പറയുന്ന വളരെ ഭീകരവും അതേപോലെ തന്നെ പൈശാചികവും കാടത്ത് നിർണ്ണമായിട്ടുള്ള പ്രാകൃത അവസ്ഥയുടെ ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ താലിബാനിസം എന്ന് വിശേഷിപ്പിക്കുകയും കല, സാഹിത്യം എല്ലാ മേഖലകളുടെയും കഴുത്തിറക്കുന്ന ആളുകൾ കൂടിയാണ് അവർ. സാംസ്കാരികമായിട്ട് ഒരു സാധനം വേണ്ട, പിന്നെന്താ ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. മനുഷ്യൻ്റെ ഒരു വികാസ പ്രക്രിയയ്ക്ക് അകത്ത് എല്ലാ കാര്യങ്ങളുമുണ്ട്. അതിനകത്ത് കായിക പ്രകടനങ്ങൾ പ്രധാനപ്പെട്ടതാണ്, കലാപരമായിട്ടുള്ള പ്രകടനങ്ങൾ, സാഹിത്യം, രാഷ്ട്രീയം, മതം എല്ലാം വേണം. എല്ലാം കൊണ്ടാണ് ഒരു ഇൻ്റഗ്രേറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്, സമഗ്രമായിട്ടുള്ളൊരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്ത് വരും. അതിനെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് ആധുനിക കാലത്തെ ഭരണകൂടങ്ങൾ മാറേണ്ടത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സ്ത്രീ ഇത് ചെയ്യേണ്ട എന്ന് പറയുന്ന സമയത്ത് തന്നെ അവർ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് വൈദ്യശാസ്ത്ര രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് പഠനം നിഷേധിച്ചു. അവർ നഴ്സിംഗ് എന്ന് പറയുന്നത് കട്ട് ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസം, പാരാമെഡിക്കൽ വിദ്യാഭ്യാസം എല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് ഇവർ പറയുകയാണ് അഫ്ഗാനിസ്ഥാനുള്ള സ്ത്രീകൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാനായിട്ട് ലേഡി ഡോക്ടർ തന്നെ വേണം. ഇവൻ എവിടെ നിന്ന് ഉണ്ടാക്കും തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആകാശത്ത് നിന്ന് പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കും.
അതല്ലെങ്കിൽ ലേഡി ഡോക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്ല മെഷീനുകൾ ഇവർ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുക, അടിച്ച് തലപൊളിക്കാൻ ആളില്ലാണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ റീസണബിളായിട്ട് യുക്തിപരമായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവൻ്റെ തലയിൽ വിളിച്ചളയും. അപ്പം അങ്ങനെ തലച്ചോറ് വികസിക്കേണ്ട എന്ന നിർബന്ധ ബുദ്ധി യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ടാണ് മന്ത്രിമാർ അത് ശരിയല്ല, ഇവരെ പഠിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന സ്ത്രീകളുടെ ഇടയിൽ നിന്ന് നഴ്സുമാരുണ്ടാവുന്നത്, എങ്ങനെയാണ് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് എങ്ങനെ ഡോക്ടർമാരുണ്ടാവണം, അതിനൊക്കെ അവരെ പഠിപ്പിക്കണ്ടേ? ഈ ഭരണകൂടം താലിബാനിസം നടപ്പിലാക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ പോലും എന്ത് വേണം? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തേ പറ്റൂ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇത് നബിയുടെ കാലത്ത്, മുഹമ്മദ് നബിയുടെ കാലത്ത് പോലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെതിരായിട്ട് തന്നെയാണോ ഈ താലിബാനിസം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ചോദ്യം ഉയർന്നു വന്നു. പക്ഷെ ചോദിച്ച ആളുകളെ പിന്നെ കാണാനില്ല. കാരണം അവർക്ക് തലയില്ല, അല്ലെങ്കിൽ അവർക്ക് രാജ്യമില്ല, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പോൾ ജീവൻ നിലനിർത്തണം ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? സ്ഥലം വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രക്ഷപ്പെടുകയാണ്. ആരും അറിയാതെ അങ്ങ് രക്ഷപ്പെടും. ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ആ മനുഷ്യനെ നോക്കുന്ന സമയത്ത് അവിടെ കാണില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ അവിടെ നിന്നാൽ അയാളുടെ തല കാണില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒളിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോകം, താലിബാൻസ് നിർമ്മിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ എന്തായിരിക്കും? അതിഭീകരമായിട്ടുള്ള ചെകുത്താന്മാരുടെ നാടായിട്ടത് മാറിത്തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇവർക്ക് ഈ ചെകുത്താന്മാരെ നിർമ്മിക്കാനായിട്ടുള്ള സ്ത്രീകൾ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ സ്ത്രീകൾ മുഴുവനും ഇവർ കശാപ്പ് സാധ്യത വരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ കാര്യം പറഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ അടുത്ത് നടന്ന ചില ചർച്ചകൾ ഇതോടനുബന്ധിച്ചുള്ള ചില ചർച്ചകളായിരുന്നു. അതായത് സമസ്തയുമൊക്കെയായി ബന്ധപ്പെട്ട്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് AP അബൂബക്കർ മുസ്ലിയാർ ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ സ്ത്രീകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വ്യായാമ മുറകളിൽ പങ്കെടുക്കരുത്, അന്യപുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാവരുത്. ഇത് ഞങ്ങൾ ഈ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്, എല്ലാ കാര്യങ്ങളിലുമാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. അവിഹിതങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്, ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായ നേതാവ് PMA സലാം പറഞ്ഞത്, സ്ത്രീ ഒരിക്കലും പുരുഷന് തുല്യമല്ല, ഞങ്ങളത് അംഗീകരിക്കുന്നുമില്ല, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി, ഇത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെത്രത്തോളം ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറെ പുരോഗമിച്ച നാട് എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഇതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പം പലപ്പോഴും പല വർഗീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പരസ്യമായി നിന്നാണ് ഈ വർഗീയത ഇവിടെ നിന്ന് പറയുന്നത്. പിന്നെ എന്നിട്ട് പറയുന്നുണ്ട്, CPM ഉൾപ്പെടെയുള്ള പാർട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടത്, ഞങ്ങൾ ഞങ്ങളുടെ മതനിയമമാണ് പറയുന്നത്, ഞങ്ങളുടെ ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾക്കിതിലെന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. അല്ല, കേരളത്തിൽ അങ്ങനെ ചോദിക്കുമെങ്കിലും ഇവർക്ക് തലയെടുക്കാനുള്ള അധികാരമില്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊക്കെ ഇതിനെ വിമർശിച്ച് ഇപ്പോൾ ഇവിടെ ജീവിക്കാനായിട്ട് പറ്റും. അതാണ് പ്രത്യേകത എന്ന് പറയും. കാരണം കേരളീയ സമൂഹത്തിനകത്ത് നിരന്തരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും വിമർശിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഗ്രൂപ്പുണ്ട് കേരളത്തിൽ. ക്രിട്ടിക്കൽ സൊസൈറ്റിയാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് അവർ ശരീഅത്ത് നിയമങ്ങളോ അതേപോലെ തന്നെ ആണും പെണ്ണും ഇടകലരേണ്ടതില്ല എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാലും അത് അവരുടെ വർത്തമാനങ്ങൾ മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ഫത്വയായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനം കേരളത്തിനകത്തില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം. നമ്മളതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നത്. CPM ഒക്കെ വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തു എന്നുള്ളതും നമ്മൾ കണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് CPM നേരെ അവർ വിരൽ ചൂണ്ടിയത്. മനസ്സിലായി, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ വരേണ്ടതില്ല, സാക്കളുടെ പണി നോക്കിയാൽ മതി എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നേരത്തെയും ഈ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. എന്താണ് തലമുടി, ആ തലമുടിയെക്കുറിച്ച് പറഞ്ഞ അത് വലിയ പരിശുദ്ധ സാധനമാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് പിണറായി വിജയൻ അന്ന് പറഞ്ഞ ഇതൊരു ബോഡി വേസ്റ്റാണ്, അത് കത്തിപ്പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ കേരളത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയനെ ഒന്നും ചെയ്യാനും അവർക്ക് പറ്റില്ലല്ലോ. ആര് അതിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അവരൊന്നും ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. ഇവർ പറയുന്നത് ഞങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകളോടാണ് പറയുന്നതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെറ്റായിട്ടുള്ള അവരുടെ ഇത്തരം പ്രവണതകൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അനുവദിച്ചു കൊടുത്താൽ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടതാണല്ലോ, ജോസഫ് സാറിൻ്റെ കൈ ഒരു വെട്ടിയെടുത്തു, ദൈവം നിന്ന് ആരോപിച്ചിട്ടാണ്
യഥാർത്ഥത്തിൽ ആ പ്രക്രിയ അവർ കേരളം ഞെട്ടിപ്പോയൊരു സംഭവമാണ്. പക്ഷേ കേരളം അത് കഴിഞ്ഞിട്ട് അതിശക്തമായിട്ട് അതിനെതിരെ റിട്ടാലിയേറ്റ് ചെയ്യുന്നതാണ്, അടിച്ച് പൊളിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ എല്ലാം പിടികൂടുകയും ജയിലിലടക്കുകയൊക്കെ ചെയ്ത്. മാത്രമല്ല സമൂഹം അതിശക്തമായിട്ട് അവർക്കെതിരെ ആക്രമിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ആക്രമിക്കപ്പെടുകയും ഇവർക്ക് ഈ നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ട് ആത്യന്തികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര നന്നായിട്ട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. എത്ര മെഡിക്കൽ കോളേജുകൾ ശരിക്കും ഈ മുസ്ലിം ട്രസ്റ്റിൻ്റെ പേരിലുണ്ടെന്നറിയാം. അതുപോലെ തന്നെ എത്ര എൻജിനീയറിംഗ് കോളേജ്. അവർ വിദ്യാഭ്യാസം MES ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാതൃക കാണിക്കുകയും മുസ്ലിം സ്ത്രീകൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി ഉയർന്നു വന്നതാണ്. അപ്പം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ വിചാരിക്കുന്നവരെ പ്രാകൃതരൊന്നുമല്ല. ഈ നമ്മളീ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ താലിബാൻ ആശയത്തെ കേരളത്തിൽ പറിച്ച് നടാനായിട്ട് മുസ്ലിങ്ങൾ സമ്മതിക്കില്ല. മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷ ആളുകൾ കുറേ ഭ്രാന്തന്മാർ ഇപ്പോൾ അതിനകത്തുണ്ട്. അവർ ഇത് പറഞ്ഞുകൊണ്ട് നടക്കും. അതിനെ അംഗീകരിക്കാൻ കേരള സമൂഹം ഒരിക്കലും തയ്യാറാവില്ല. ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതെ അതെ അതെ. ആ മുസ്ലിം സമുദായത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും നമ്മൾ പറയുന്ന അഭിപ്രായത്തിനൊപ്പം നിൽക്കുന്നവരാണ് ശരിക്കും. പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെയുള്ള പെൺകുട്ടികൾ. പെൺകുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും അവരാഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് ഒരൊറ്റ സ്ത്രീയെ പോലും MLA ആക്കിയിട്ടില്ല. തോപ്പിച്ച് ഒരു സ്ത്രീയെ നിർത്തി അവർ തോപ്പിക്കും. അതിൽ മാത്രമല്ല വേറെ പാർട്ടിയിൽ നിന്നല്ല അതും തോപ്പിച്ചാലേ. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ അന്ന് തോറ്റുപോയത് അവർ മുസ്ലിം സ്ത്രീ എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അവർ തോൽക്കില്ലായിരുന്നു. 20 സീറ്റ് UDF കിട്ടുമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ അവർ ചെയ്തുകളയും. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ എന്താണ് ഏറ്റവും കൂടുതൽ പ്രാകൃത സ്വഭാവം പുലർത്തുന്ന ആളുകൾ, ഫണ്ടമെൻ്റലിസ്റ്റുകൾ, അവർ അതിശക്തമായിട്ട് മുസ്ലിം സ്ത്രീകൾക്കെതിരാണ് അവർ മറ്റാളുകൾക്കെതിരാവുന്നതിനേക്കാൾ കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലായി. തീർച്ചയായിട്ടും.